എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെ ചതിച്ച വ്യക്തികൾക്ക് മുൻപിൽ നിങ്ങൾക്ക് തലയുയർത്തി നിൽക്കാൻ അവസരങ്ങൾ ലഭിക്കാൻ പോകുന്നു. ഇനി ജീവിതത്തിൽ നേട്ടങ്ങളുടെ കാലമാണ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും നേടിയെടുക്കാനും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാനും അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഒരുപാട് ലഭിക്കുന്ന സമയമാണ് നിലവിൽ ഉള്ളത്. നമുക്ക് ഈ ഭാഗ്യം വരുന്ന നക്ഷത്ര ജാതകരെക്കുറിച്ചും ഇവരുടെ ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ചും അതുപോലെ ഇനി ഇവർ ചെയ്യേണ്ട ദോഷപരിഹാരങ്ങളെക്കുറിച്ചും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ തന്നെ ഒന്ന് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച്. അധികാര സ്ഥാനങ്ങളിൽ നിന്ന് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു കൊണ്ടിരുന്നവർക്ക് ഈ ദോഷങ്ങളൊക്കെ ഇനി മാറിവരും. അധികാര സ്ഥാനങ്ങളിൽ കുറച്ച് നേട്ടങ്ങളും അനുകൂല സാഹചര്യങ്ങളും ഉണ്ടാകും. ആനുകൂല്യങ്ങൾ കിട്ടാൻ കാത്തിരിക്കുന്നവർക്ക് കാലതാമസം മാറി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീരുന്ന തരത്തിലൊരു ആനുകൂല്യം ലഭിക്കാൻ സാധ്യതകളുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹത്തോടും ഐക്യത്തോടും കൂടി തന്നെ മുന്നോട്ടു പോകും. നേത്രരോഗം, ഹൃദയബന്ധിയായ അസുഖങ്ങൾ, ഉദരവ്യാധി ഇവയ്ക്ക് ചികിത്സകൾ ആവശ്യമായിട്ട് വരും. ശസ്ത്രക്രിയകൾ കഴിവതും ഒഴിവാക്കാൻ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം. കാര്യതടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. മക്കളെ കൊണ്ട് ഗുണപരമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ലഭിക്കുക. ധനപുഷ്ടി ഉണ്ടാകും. സൽക്കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കും. പലവിധ ദുഃഖ അനുഭവങ്ങളും ജീവിതത്തിൽ നിന്ന് മാറും. വഴിയാത്രക്കിടയിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും. ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. തൊഴിൽ രംഗം അത്ര മെച്ചമായിരിക്കില്ല. തൊഴിൽ രംഗത്ത് പണം കൂടുതൽ ചിലവഴിക്കേണ്ടതായിട്ട് വരും. വിദ്യാഭ്യാസത്തിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. ഉദ്യോഗാർത്ഥികൾക്ക് വിദേശത്ത് ജോലിക്കായിട്ട് ശ്രമിക്കാൻ നല്ല സമയമാണ്. ഈ നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ചെയ്യേണ്ടത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ബന്ധുജനങ്ങളുടെ വിരോധങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങാൻ സാധ്യതകൾ കൂടുതലാണ്. സേവന പ്രവർത്തനങ്ങൾക്കും മറ്റും അനുഭവിച്ചു കൊണ്ടിരുന്ന തടസ്സങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാകും. വീട്ടിൽ സ്വസ്ഥത ലഭിച്ചു തുടങ്ങും. ഭാഗ്യ അനുഭവങ്ങൾ ഒട്ടേറെ അനുഭവിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. അച്ഛനോ തത്തുല്യവരായവർക്കോ രോഗാരിഷ്ടിതകൾ ഉണ്ടാകും. ബുദ്ധിസാമർഥ്യം പ്രകടമാക്കാൻ സാധിക്കും. പൊതുവെ കലഹ സ്വഭാവം നിറഞ്ഞ ഈ വ്യക്തികൾ അതിൽ നിന്നൊരു മാറ്റത്തിന് തയ്യാറാകും. ആഭരണങ്ങളും മറ്റ് അലങ്കാര വസ്തുക്കളും വാങ്ങാൻ കഴിയും. ഉദരവ്യാധിക്ക് പ്രത്യേകം ചികിത്സ വേണം. കൂടുതൽ കാൽനട യാത്ര വേണ്ടിവരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. ചഞ്ചല മനസ്സായിരിക്കും ഈ സമയത്ത്. ഒന്നിനും ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റുകയില്ല. വാദബന്ധിയായ വേദനകൾ മാറിക്കിട്ടും. കമിതാക്കളുടെ ആഗ്രഹം സഫലമാകും. ഈ നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് ഭഗവതിക്ക് ചെത്തിപ്പൂമാല ചാർത്തി പ്രാർത്ഥിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. ഇനി പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. വീട്ടിൽ സ്വസ്ഥത നിറഞ്ഞൊരു സാഹചര്യം സംജാതമാകും. ഗൃഹനിർമ്മാണത്തിനായിട്ട് ശ്രമിച്ചാൽ വിജയസാധ്യതകൾ കൂടുതൽ. സഹോദര ബന്ധങ്ങൾ മോശമാകാൻ സാധ്യതയുണ്ട്. പലവിധ ദുഃഖ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. മക്കളുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക ഉണ്ടാകും. കാര്യസാധ്യങ്ങളും പ്രതീക്ഷിക്കാം. പലവിധ ഭാഗ്യ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. കലഹവാസന കുറഞ്ഞു തുടങ്ങും. ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവനാക്കാൻ പറ്റുകയില്ല.
വാദബന്ധിയായ അസുഖങ്ങളും കുറഞ്ഞു തുടങ്ങും. ബന്ധുജനങ്ങളുമായി കൂടിച്ചേരാൻ അവസരം ഉണ്ടാകും. വളരെ കാലമായി അകന്നു കഴിയുന്ന സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. നാൽക്കാലി വളർത്തൽ ലാഭകരമാകും. തൊഴിൽ രംഗത്ത് നിന്നുള്ള വരുമാനം മെച്ചപ്പെടും. ദൂരയാത്രകൾ വേണ്ടിവരും. യാത്രകൾ വളരെ സൂക്ഷിച്ചു വേണം. ദോഷപരിഹാരാർത്ഥം ശിവങ്കർ മൃത്യുഞ്ജയ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ ഈ നക്ഷത്ര ജാതകർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മകം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ധനനേട്ടങ്ങളുടെ ഒരു കാലം ആണ് ഇവർക്ക് വരുന്നത്. സാമ്പത്തികമായിട്ട് പുരോഗതി കൈവരിക്കുന്നതിനാൽ ഒട്ടനവധി കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. വീട്ടിൽ കലഹവാസന കുറവായിരിക്കും. മനസ്വസ്ഥത കൂടുതലായിട്ട് ലഭിക്കും. ദാമ്പത്യ ബന്ധത്തിൽ സ്വരച്ചേർച്ച മാറിക്കിട്ടും. മനസ്സുഖം കൂടുതലായിരിക്കും. ദൂരയാത്ര വേണ്ടിവരും. അലച്ചിലും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ്. എല്ലാ കാര്യങ്ങളും വളരെ പ്രതീക്ഷിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്രതീക്ഷിതമായ ചില കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. ബന്ധുക്കൾ അകന്നു പോകുന്നതിൻ്റെ വിഷമം കഠിനമാകും. വാതരോഗങ്ങൾ, പ്രമേഹം ഇവ ശ്രദ്ധിക്കണം. മക്കൾക്ക് സുഖ അനുഭവങ്ങൾക്കിടയുണ്ട്. സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കും. വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങൾക്കുള്ള കാലതാമസം മാറിക്കിട്ടും. ബാങ്ക് ലോൺ തുടങ്ങിയവയ്ക്കും കാലതാമസം ഉണ്ടാകും. കർമ്മമണ്ഡലം മെച്ചപ്പെടും. തൊഴിൽ സ്ഥലത്തെ കലഹങ്ങൾ മാറിത്തുടങ്ങും. അഗ്നിബാധ പ്രതീക്ഷിക്കണം. ഗൃഹ ഉപകരണങ്ങൾ കേടുകൂടാതെ ഒന്ന് സൂക്ഷിക്കുക. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതിക്ക് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അത്തം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ധനാഗമങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തിരികെ കിട്ടാനുള്ള പണം ലഭിക്കും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. മക്കളെ കൊണ്ട് ആദി കൂടുതലാകും. കുറേയൊക്കെ കാര്യസാധ്യങ്ങളും ഉണ്ടാകും. തർക്ക വിഷയങ്ങളിൽ വിജയം വരിക്കും. ആദരവും അംഗീകാരവും ലഭിക്കാൻ സാധ്യതയുണ്ട്. വലിയ ദുഃഖ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. കൂടുതൽ യാത്രകൾ വേണ്ടിവരും. ബന്ധുജനങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. സുഖ അനുഭവങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകും. അവിചാരിതമായി ധനം വന്നു ചേരും. തലവേദന, ചെവിവേദന, കാല്, പാദങ്ങൾ വിണ്ടുകീറുക ഇവ ഉണ്ടാകും. ശരീരക്ഷീണവും കണ്ണുകൾക്ക് കാഴ്ചക്കുറവും ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ്. തൊഴിൽ രംഗം മെച്ചപ്പെടും. തൊഴിൽ രംഗത്ത് നിന്നുള്ള വരുമാനം വർദ്ധിക്കും. കൂടുതൽ പണം മുടക്കാനും ചില സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അത് സാമ്പത്തിക നഷ്ടത്തിലേക്ക് പോകും. ശ്രദ്ധ വേണം. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ മഞ്ഞൾപ്പൊടി ചാർത്തി സർപ്പസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി തുലാക്കൂറിലെ ചിത്തിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ധനാഗമങ്ങളും പലവിധ ഐശ്വര്യ അനുഭവങ്ങളും ഉണ്ടാകുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും തെളിഞ്ഞു തന്നെ നിൽക്കുകയാണ്. സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതോടുകൂടി ഒട്ടനവധി കാര്യസാധ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും. വിദേശ യോഗത്തിന് അനുകൂല സമയമായതിനാൽ കൂടി മക്കൾക്ക് വിദ്യാഭ്യാസത്തിനായിട്ടോ തൊഴിലിനായിട്ടോ വിദേശത്ത് പോകാൻ ഉള്ളൊരു ഭാഗ്യം കൂടി ഇവരെ കാത്തിരിക്കുന്നു. വീട്ടിൽ സ്വസ്ഥത നിറഞ്ഞ ഒരു അന്തരീക്ഷം ഇന്നു മുതൽ സംജാതമാകും. ദമ്പതികൾ തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകില്ല. മനസ്സിൽ സത്ചിന്തകൾ ഇനി കൂടി തുടങ്ങും. തൊഴിൽ മേഖലകളിൽ സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. അധികാര സ്ഥാനങ്ങളിൽ നിന്ന് പലവിധ നല്ല അനുഭവങ്ങളും ഉണ്ടാകും. വാക്കുദോഷം കൊണ്ട് ശത്രുക്കൾ കൂടാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. സുഗന്ധദ്രവ്യങ്ങൾ, പുതിയ വസ്ത്രങ്ങൾ, അലങ്കാര വസ്തുക്കൾ തുടങ്ങിയവ സമ്മാനമായിട്ട് ലഭിക്കാൻ സാധ്യതകൾ കൂടി വരുന്നുണ്ട്. തൊഴിൽ രംഗത്ത് വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഇനി പ്രതീക്ഷിക്കാം. മക്കളെ കൊണ്ട് സന്തോഷകരമായ അനുഭവങ്ങളും ഈ ദിവസങ്ങളിൽ ഉണ്ടാകും. ഇവർക്ക് ദൂരദേശത്ത് ജോലി കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്.
പൊതുവെ എല്ലാ മേഖലകളിലും കാര്യസാധ്യങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഉപാസനകൾക്ക് ഭംഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. സൽക്കർമ്മങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും. അയൽക്കാരുമായിട്ടുള്ള കലഹങ്ങളും മാറിത്തുടങ്ങും. ഈ നക്ഷത്രജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ദുർഗാ ക്ഷേത്രത്തിൽ വനദുർഗ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.